ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയുടെ പോവാ. ഹീറോയി ഭയങ്കര സാഡായിരുന്നു. ശരി, ഓക്കെ, ഇവൻ പറഞ്ഞ് കേട്ടേ പറ്റും. അങ്ങനെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ ബേബി അങ്ങനെ ഹീറോയി വീട്ടിൽ ജയഹൂപ്പിൻ്റെ വീട് വന്നു. ജയഹൂപ്പ് അമ്മയും അച്ഛനും ഷോക്കായിരുന്നു. ജയഹൂപ്പിൻ്റെ കുട്ടീനെ അവർ ഷോക്ക് ചെയ്തു. ജയഹൂപ്പ് മാതിരി ഉണ്ടല്ലോ എനിക്ക്. അങ്ങനെ അവർക്ക് സാഡായിരുന്നു. എൻ്റെ മകന് വേണ്ടി ഞാൻ ചെയ്ത് കഷ്ടപ്പെട്ടു. അങ്ങനെ ജയഹൂപ്പ് ചെറിയ ഓക്കെ. അങ്ങനെ ജയഹൂപ്പ് അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് തുടങ്ങി. ജയഹൂപ്പ് ഇവിടെ ഇരുന്നു പറഞ്ഞു. അങ്ങനെ ജയഹൂപ്പ് പറയാൻ തുടങ്ങി, മോം ഞങ്ങൾ മാരേജ് കഴിക്കാൻ പോകുന്നു. ജയഹൂപ്പ് പറഞ്ഞു, ശരിടാ. ജയഹൂപ്പിൻ്റെ വൈഫ് കൊണ്ടുവന്ന് ഹീറോയിട്ട് ഇടാം. ജയഹൂപ്പ് കേൾക്കുന്നു, എന്താ അവിടെ നോക്കാം, നിങ്ങൾ വൈഫ് ഇടാം. ജയഹൂപ്പ് മുറിക്കാൻ തുടങ്ങി. ഇല്ല ഇല്ല, എന്നെ മുറിക്കാൻ ഭയങ്കര പേടിയായി. ജയഹൂപ്പ് പറഞ്ഞു, വാ, എവിടെ വെച്ച് കഴിഞ്ഞല്ലോ, വാ എൻ്റെ കൂടെ വാ. ജയഹൂപ്പ് തറ വെച്ചോട് പോയി. ജയഹൂപ്പ് അങ്ങനെ മാരേജും നടന്നു. അങ്ങനെ മാരേജ് കഴിഞ്ഞു. നാളെ പാർട്ടി വെക്കാനും ജയഹൂപ്പ് എല്ലാവരും ഫോൺ ചെയ്ത് പറഞ്ഞു. അങ്ങനെ റൈറ്റായിട്ട് ഉറങ്ങുന്നത്. ജയഹൂപ്പ് പേടിച്ച് പോയി. ഹീറോയി തനിയെ പോയിട്ട് കിടാൻ്റെ കൂടെ ഉറങ്ങി. ജയഹൂപ്പ് വരുന്നു കാത്തു, ഇവൾ വരുന്ന നാളെ നോക്കിക്കോളാം. ജയഹൂപ്പ് മുണ്ടാതെ കിടന്ന് ഉറങ്ങി. അങ്ങനെ രാവിലായി. ജയഹൂപ്പ് കൂടെ ഹീറോയി വന്നു. അങ്ങനെ അവിടെ പാർട്ടി, അതെ, വെഡിങ്, ഇത് കൊറിയൻ സൈസ് മാരേജും നടന്നായിരുന്നു. അല്ലേ, കൊറിയൻ സൈസ് മാരേജ് കഴിഞ്ഞു. പിന്നെ നൈറ്റ് പാർട്ടി, അതെ, പാർട്ടിയുമായി. ശരി, ഓക്കെ. അങ്ങനെ ജയഹൂപ്പ് മമ്മി പറയാൻ തുടങ്ങി, നീ പോയിക്കോളി, കിടാനെ ഞാൻ നോക്കിക്കോ. വേണ്ട, ഞാൻ പോകുന്നില്ല, അമ്മ പറഞ്ഞേക്കെന്ന്. ജയഹൂപ്പും ഹീറോയിൻ്റെ അങ്കിൾക്ക് ഭയങ്കര ഹാപ്പി, സന്തോഷമായിട്ട് കണ്ണുനീര് വരാം. ശരി, ഓക്കെ. അങ്ങനെ ജയഹൂപ്പും കണ്ടപ്പിന്നെ മനസ്സിലായിരുന്നു. അങ്കിളോട് പറഞ്ഞായിരുന്നു, അങ്കിളോട് കുറച്ച് സംസാരിച്ചു. അങ്ങനെ അങ്കിൾ ഓക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയായിട്ട് ഹീറോയി തഴങ്ങിപ്പോയി. റൂം ഡോർ തുറക്കുമ്പോൾ ഹാളില്ല. ഈ വെഡിങ് ഡ്രസ്സ് ഫ്ലവേഴ്സ് എല്ലാം വെച്ച് ക്യാൻഡിൽസിനായി വെച്ചിരുന്നു. ഹീറോയി നോക്കുമ്പോൾ എങ്ങനെ ക്യാൻഡിൽസ് ഉണ്ട്, അതേമാതിരി ക്യാൻഡിൽസും ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായി. ഇവിടെ ജയഹൂപ്പ് കാണില്ല. തിരിഞ്ഞ് ലോക്ക് ഇടുന്ന സൗണ്ട് കേട്ടു. തിരിഞ്ഞു നോക്കും. ഹീറോയ്ക്ക് ഷോക്ക്. ജയഹൂപ്പായിരുന്നു. ജയഹൂപ്പ് ഒരു മാതിരി നോക്കിയാണ് ഹീറോയിനെ നോക്കിയാണ് തന്നെ. ഹീറോയ്ക്ക് പേടിയാൻ തുടങ്ങി. ഒരു കളിയൊന്നും കാണുമ്പോൾ ശരിയില്ലായിരുന്നു. എന്നാൽ ജയഹൂപ്പ് മാരേജ് ചെയ്യാൻ തുടങ്ങി. ഡ്രസ്സ് വാങ്ങിക്കാൻ തുടങ്ങി. കണ്ണ് ചുമ്മാ തുടങ്ങി. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്നല്ല, ചുമ്മാ. എന്നാൽ ജയഹൂപ്പ് വന്നിരിക്കാൻ പറഞ്ഞു. ഇതിവിടെ ഇരി പറഞ്ഞു. ഇല്ല, നിൽക്കടെ, ഇരുന്നോ എന്ന് പറഞ്ഞു. നീ എന്നെ ലവ് ചെയ്തിരുന്നു. അത് എൻ്റെ ഫ്രണ്ട് എന്നോടെല്ലാം പറഞ്ഞു. അടി റോസി പാവി, നിനക്ക് വെക്കുന്നടി ആപ്പ് എന്ന് ഹീറോയി മനസ്സിലേക്ക് അറിയാൻ തുടങ്ങി. ശരി, ഓക്കെ, നമുക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. എന്ത്? അങ്ങനെ ബെഡ് തള്ളി ഹോസ്റ്റ് കിസ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ നൈറ്റെല്ലാം നടന്നു. ഹീറോ രാവിലെ അടുപ്പാവി എന്നെ കതറി ചെയ്ത് ചിലറി എന്നെയാണ്. ഹീറോയി സാഡായിരുന്നു. ശരി, ഓക്കെ. അങ്ങനെ ഹീറോയി രാവിലെ എണിച്ച് ഫ്രഷ് ആയിട്ട്, അയ്യോ എടുപ്പ് പോയി. ജയഹൂപ്പ് എനിക്ക് അവിടെ ഇല്ലായിരുന്നു, കിടന്നുറങ്ങേ രാവിലെ തൊട്ട്. അങ്ങനെ ജയഹൂപ്പിൻ്റെ ബേബി സന്തോഷത്തെ ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കായിരുന്നു. ഹീറോ എണിച്ച് വന്ന് രാവിലെ ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങി. എല്ലാ ആർമീസോടും പറയുന്നത് ഈസ് മൈ വൈഫ് എന്ന്. അല്ലെ, ഹാപ്പി എൻഡിങ്. ബൈ ബൈ, സി യു.